അക്കൗണ്ടിംഗിൽ ക്രെഡിറ്റ് എന്നത് ഒരു അടിസ്ഥാനപരമായ ആശയമാണ്. ഇത് സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഇരട്ട എൻട്രി ബുക്ക് കീപ്പിംഗ് സമ്പ്രദായത്തിന്റെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ഭാഗമാണ്. സാമ്പത്തിക മേഖലയിലെ സാധാരണ സംസാരത്തിൽ കടം വാങ്ങുക എന്ന അർത്ഥത്തിൽ ക്രെഡിറ്റ് ഉപയോഗിക്കുമ്പോൾ അക്കൗണ്ടിംഗിൽ ഇതിന് വളരെ കൃത്യമായ ഒരു സാങ്കേതിക അർത്ഥമുണ്ട്. ഓരോ സാമ്പത്തിക ഇടപാടിനും അക്കൗണ്ടിംഗിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഡെബിറ്റ്, മറ്റൊന്ന് ക്രെഡിറ്റ്. ഈ രണ്ട് വശങ്ങളും എല്ലായ്പ്പോഴും തുല്യമായിരിക്കണം. അക്കൗണ്ടിംഗ് രേഖകളിൽ അക്കൗണ്ടുകളുടെ വലതുവശത്താണ് ക്രെഡിറ്റ് എൻട്രികൾ രേഖപ്പെടുത്തുന്നത്. അക്കൗണ്ടിംഗിൽ ക്രെഡിറ്റിന്റെ പ്രവർത്തനം വിവിധതരം അക്കൗണ്ടുകളിൽ എങ്ങനെയാണെന്ന് നോക്കാം. അക്കൗണ്ടുകളെ പ്രധാനമായും 5 വിഭാഗങ്ങളായി തിരിക്കുന്നു: ആസ്തികൾ, ആസറ്റ്സ്, ബാധ്യതകൾ, ലയബിലിറ്റീസ്, ഉടമസ്ഥാവകാശം, മൂലധനം, ഇക്വിറ്റി ക്യാപിറ്റൽ, വരുമാനം, റവന്യൂ ഇൻകം, ചെലവുകൾ എക്സ്പെൻസസ്. 1. ആസ്തി അക്കൗണ്ടുകൾ, അസറ്റ് അക്കൗണ്ട്സ്. ആസ്തികൾ, ഉദാഹരണത്തിന് പണം, ക്യാഷ്, ബാങ്ക് ബാലൻസ്, കെട്ടിടങ്ങൾ, ബിൽഡിംഗ്സ്, യന്ത്രങ്ങൾ, മഷീനറി കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണം, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ പിൻവലിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട്സ്, ആസ്തി കൂടി ഡെബിറ്റ് 10,000 രൂപ. ബാങ്ക് അക്കൗണ്ട്സ്, ആസ്തി കുറഞ്ഞു ക്രെഡിറ്റ് 10,000 രൂപ. 2. ബാധ്യത അക്കൗണ്ടുകൾ, ലയബിലിറ്റി അക്കൗണ്ട്സ്. ബാധ്യതകൾ, ഉദാഹരണത്തിന് ബാങ്ക് ലോൺ കടം കൊടുക്കാനുള്ളവർ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്സ് പേയബിൾ, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണം, ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ലോൺ എടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട്, പണം കൂടി ഡെബിറ്റ് 5 ലക്ഷം രൂപ. ബാങ്ക് ലോൺ അക്കൗണ്ട്, ബാധ്യത കൂടി ക്രെഡിറ്റ് 5 ലക്ഷം രൂപ. 3. ഉടമസ്ഥാവകാശം മൂലധനം അക്കൗണ്ടുകൾ, എക്വിറ്റി ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഉടമസ്ഥാവകാശം കൂടുമ്പോൾ, ഉദാഹരണത്തിന് ഉടമ കൂടുതൽ പണം നിക്ഷേപിക്കുമ്പോൾ, കമ്പനിക്ക് ലാഭമുണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും കുറയുമ്പോൾ, ഉദാഹരണത്തിന് ഉടമ പണം പിൻവലിക്കുമ്പോൾ, ഡ്രോവിംഗ്സ്, കമ്പനിക്ക് നഷ്ടമുണ്ടാകുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണം, ഉടമ ബിസിനസ്സിലേക്ക് 2 ലക്ഷം രൂപ കൂടുതൽ മൂലധനം കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട്, പണം കൂടി ഡെബിറ്റ് 2 ലക്ഷം രൂപ. ക്യാപിറ്റൽ അക്കൗണ്ട്, മൂലധനം കൂടി ക്രെഡിറ്റ് 2 ലക്ഷം രൂപ. 4. വരുമാന അക്കൗണ്ടുകൾ, റവന്യൂ ഇൻകം അക്കൗണ്ട്സ്. വരുമാനം, ഉദാഹരണത്തിന് വിൽപ്പന വരുമാനം, സെയിൽസ് റവന്യൂ, ലഭിച്ച കമ്മീഷൻ റിസീവ്ഡ്, ലഭിച്ച വാടക, റെന്റ് റിസീവ്ഡ്, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണം, സാധനങ്ങൾ വിറ്റ് 50,000 രൂപ ലഭിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട്, പണം കൂടി ഡെബിറ്റ് 50,000 രൂപ. സെയിൽസ് അക്കൗണ്ട്, വരുമാനം കൂടി ക്രെഡിറ്റ് 50,000 രൂപ. 5. ചെലവ് അക്കൗണ്ടുകൾ, എക്സ്പെൻസ് അക്കൗണ്ട്സ്. ചെലവുകൾ, ഉദാഹരണത്തിന് ശമ്പളം, സാലറീസ്, വാടക, റെന്റ്, വൈദ്യുതി ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ, കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണം, ജീവനക്കാർക്ക് 25,000 രൂപ ശമ്പളം നൽകുമ്പോൾ സാലറീസ് അക്കൗണ്ട്, ചെലവ് കൂടി ഡെബിറ്റ് 25,000 രൂപ. ക്യാഷ് അക്കൗണ്ട്, പണം കുറഞ്ഞു ക്രെഡിറ്റ് 25,000 രൂപ. അക്കൗണ്ടിംഗിലെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ്. ഈ ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങളെ എളുപ്പത്തിൽ ഓർക്കാൻ സഹായിക്കുന്ന 3 ഗോൾഡൻ റൂൾസ് ഉണ്ട്. ഇത് അക്കൗണ്ടുകളെ 3 പ്രധാന വിഭാഗങ്ങളായി തിരിക്കുന്നു. 1. പേഴ്സണൽ അക്കൗണ്ടുകൾ, പേഴ്സണൽ അക്കൗണ്ട്സ്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന അക്കൗണ്ടുകൾ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. സ്വീകരിക്കുന്നയാളെ ഡെബിറ്റ് ചെയ്യുക, നൽകുന്നയാളെ ക്രെഡിറ്റ് ചെയ്യുക. ഉദാഹരണം, സുമേഷിന് 5,000 രൂപ നൽകുന്നു. സുമേഷ്, റിസീവർ, ഡെബിറ്റ് 5,000 രൂപ. ക്യാഷ് അക്കൗണ്ട്, ഗിവർ ഗോസ് ഔട്ട്, ക്രെഡിറ്റ് 5,000 രൂപ. 2. റിയൽ അക്കൗണ്ടുകൾ, റിയൽ അക്കൗണ്ട്സ്. ആസ്തികളെയും വസ്തുവകകളെയും കൈകൊണ്ട് തൊടാവുന്നതും തൊടാൻ കഴിയാത്തതും പ്രതിനിധീകരിക്കുന്ന അക്കൗണ്ടുകൾ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അകത്തേക്ക് വരുന്നത് ഡെബിറ്റ് ചെയ്യുക, പുറത്തേക്ക് പോകുന്നത് ക്രെഡിറ്റ് ചെയ്യുക. ഉദാഹരണം, 1 ലക്ഷം രൂപന് പുതിയൊരു യന്ത്രം വാങ്ങുന്നു. മഷീനറി അക്കൗണ്ട്, കംസ് ഇൻ ഡെബിറ്റ് 1 ലക്ഷം രൂപ. ക്യാഷ് അക്കൗണ്ട്, ഗോസ് ഔട്ട് ക്രെഡിറ്റ് 1 ലക്ഷം രൂപ. 3. നോമിനൽ അക്കൗണ്ടുകൾ, നോമിനൽ അക്കൗണ്ട്സ്. ചെലവുകളും നഷ്ടങ്ങളും വരുമാനങ്ങളും ലാഭങ്ങളും എന്നിവയെ പ്രതിനിധീകരിക്കുന്ന അക്കൗണ്ടുകൾ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എല്ലാ ചെലവുകളും നഷ്ടങ്ങളും ഡെബിറ്റ് ചെയ്യുക, എല്ലാ വരുമാനങ്ങളും ലാഭങ്ങളും ക്രെഡിറ്റ് ചെയ്യുക. ഉദാഹരണം, ഓഫീസ് വാടകയായി 10,000 രൂപ നൽകുന്നു. റെന്റ് എക്സ്പെൻസ് അക്കൗണ്ട്സ്, എക്സ്പെൻസ്, ഡെബിറ്റ് 10,000 രൂപ. ക്യാഷ് അക്കൗണ്ട്, ഗോസ് ഔട്ട് ക്രെഡിറ്റ് 10,000 രൂപ. ചുരുക്കത്തിൽ, അക്കൗണ്ടിംഗിൽ ക്രെഡിറ്റ് എന്നത് ഒരു അക്കൗണ്ടിന്റെ വലതുവശത്ത് രേഖപ്പെടുത്തുന്ന ഒരു എൻട്രിയാണ്. ഇത് പ്രധാനമായും താഴെ പറയുന്ന സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു: ഒരു ആസ്തിയുടെ കുറവ്, ഒരു ബാധ്യതയുടെ വർധനവ്, ഉടമസ്ഥാവകാശത്തിന്റെ മൂലധനത്തിന്റെ വർധനവ്, ഒരു വരുമാനത്തിന്റെ വർധനവ്, ഒരു ചെലവിന്റെ കുറവ്. ഇത് സാധാരണയായി സംഭവിക്കാറില്ല, എന്നാൽ തെറ്റുകൾ തിരുത്തുമ്പോൾ വന്നേക്കാം. ഓരോ ഇടപാടും ഡെബിറ്റും ക്രെഡിറ്റും ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നത് വഴി കമ്പനിയുടെ സാമ്പത്തിക നിലയും ഇടപാടുകളും കൃത്യമായി ട്രാക്ക് ചെയ്യാനും സാമ്പത്തിക പ്രസ്താവനകൾ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കാനും